കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തും അഭിഭാഷകയുമായിട്ടുള്ള അഡ്വക്കേറ്റ് സാന്ദ്ര സദാനന്ദൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അവൾക്ക് റീസെൻ്റ്ലി നേരിടേണ്ടി വന്ന ഒരു സൈബർ സെക്ഷുവൽ ഹറാസ്മെൻറ്റിൻ്റെ വീഡിയോ ആണത്. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മളറിയാതെ നമ്മൾ പല രീതിയിലും യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. കാരണം എൻ്റെ സുഹൃത്ത് പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസ്, അവളുടെ ഫോട്ടോസിനെ അത് മോർഫ് ചെയ്ത് നഗ്ന രൂപത്തിലാക്കി ടെലഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിൽ, ഓൺലൈൻ ആപ്പുകളിൽ ഇത് പ്രചരിപ്പിക്കുകയും അത് ഗ്രൂപ്പുകൾ വഴി അയച്ചു കൊടുക്കുകയും പേഴ്സണലി അയച്ചു കൊടുക്കുകയും അതിന് പണം വാങ്ങുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്താൻ സാധിച്ചത്. ഒരു സുഹൃത്ത് വഴിയാണ് സാന്ദ്ര ഇത് അറിഞ്ഞതും അതിനുശേഷം ഇത് അന്വേഷിച്ചതിൽ നിന്നും സൈബർ സെൽ വഴി നമ്മൾ അന്വേഷിച്ചതിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്, ഈ വ്യക്തി നിതിൻ കിച്ചു എന്ന ഇൻസ്റ്റഗ്രാം പേജുള്ള ഈ വ്യക്തി ഇത്തരത്തിലുള്ള ഫോട്ടോസ്, വള്ളിക്കുന്നാണ് ആളുടെ നാട്, വള്ളിക്കുന്ന് ഏരിയയിലുള്ള ഒരു മിക്ക സ്ത്രീകളുടെയും കുട്ടികളുടെയും അമ്മമാരുടെയും പ്രായഭേദമന്യേ പലതരം സ്ത്രീകളുടെ ഫോട്ടോസ് എടുത്ത് അത് മോർഫ് ചെയ്ത് നഗ്ന രൂപത്തിലാക്കി, ഇല്ലെങ്കിൽ അത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോട്ടോസ് ആക്കി ആളുകളിലേക്ക് ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കുകയും അതിന് പണം വാങ്ങുകയും ചെയ്യുന്നതായി അറിഞ്ഞു. ഇതിനെ പ്രതി നമ്മൾ വള്ളിക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ അവൾ പരാതി കൊടുത്തു എങ്കിലും ഇതുവരെയായിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നും കൃത്യമായുള്ള ഒരു അന്വേഷണം നടത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മളത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അടുത്ത ലെവലിലോട്ട് എങ്ങനെയാണ് കേസുമായി പോകാൻ കഴിയുക, ഏത് രീതിയിലും ഇയാളെ പിടിക്കുക, ഇതിന് ഒരു നീതി ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഫോട്ടോസ് പല സൈറ്റുകളിലും ന്യൂഡായിട്ടുള്ള രീതിയിലും നമുക്ക് കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും അത് അറിയുന്ന സമയത്ത് ഒരിക്കലും പരിഭ്രാന്തരാവുകയോ പാനിക് ആവുകയോ ചെയ്യാതെ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന് കരുതി അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയോ നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവാതിരിക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് നിരവധി നിയമ സാധ്യതകൾ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. ഏത് രീതിയിൽ പ്രതികരിച്ചിട്ടാണെങ്കിലും കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ പ്രതികരിക്കേണ്ടതാണ്. അതിന് എന്നെ പോലുള്ള എല്ലാ വക്കീലന്മാരുടെയും സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും. ഇനി നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് ഇത്തരമൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ ഏതെല്ലാം വകുപ്പുകളാണ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ കമൻറ്റ് പ്രകാരം നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിയമസഹായം തേടുന്നതിന് ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് വീട്ടിൽ അറിയുമല്ലോ, ഇല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള യാതൊരു പരിഭ്രാന്തിയും വേണ്ട. കാരണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെയാണ് ഇത്തരം കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. കോടതികളിലാണെങ്കിൽ പോലും നിങ്ങളുടെ പേരോ നിങ്ങളുടെ മുഖമോ പുറത്തു പോകാത്ത രീതിയിലാണ് കേസ് നടത്തുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ട് ഒരു പെൺകുട്ടികളും, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഫോട്ടോസ് വരെ ഈ പറഞ്ഞ നിതിൻ കിച്ചു എന്ന ആളുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതും മോർഫ് ചെയ്ത് നഗ്നരാക്കിയിട്ടുള്ള രീതിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചേച്ചിമാരുടെ ഫോട്ടോസ്, അമ്മമാരുടെ ഫോട്ടോസ്, അങ്ങനെ പലതരം ഫോട്ടോസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാൾ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള രീതിയിൽ വീട്ടുകാർ പറഞ്ഞ് കേസിൽ നിന്നെല്ലാം ഒഴിവാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലുമില്ല. ഒരു ഫോട്ടോ ന്യൂഡാക്കി ക്രിയേറ്റ് ചെയ്യുകയും അത് കൊടുത്ത് പണം മേടിക്കാൻ അറിയുന്ന ഒരാൾ അതിന് മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പുറത്തെ സൈഡിൽ അത് നേരിടേണ്ടി വന്നില്ലെങ്കിൽ, അത്തരം ഒരു സിറ്റുവേഷനിൽ ചെന്ന് വീണ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ മാനസിക രോഗീനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീട്ടുകാരോട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് മനസ്സിൽ വെച്ച് നിങ്ങൾ പാനിക് ആകരുത്. തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള വക്കീലന്മാരോട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട നിയമ നടപടി എന്താണ് സ്വീകരിക്കേണ്ടത് അത് നമ്മൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അസിസ്റ്റൻസിനും, എൻ്റെ കുഞ്ഞു സിസ്റ്റർമാർക്ക് ഏത് രീതിയിലുള്ള അസിസ്റ്റൻസിനും ഞാൻ റെഡിയായിരിക്കും.